യു കെയിലേക്കുള്ള കെയർ വർക്കേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ വിസാ നിയമങ്ങളിൽ വരുന്ന ഒന്ന് രണ്ട് മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ. 2022 ഏപ്രിലാണ് യു കെ ഗവൺമെൻറ് കെയർ വർക്കേഴ്സിനും അതേപോലെ സീനിയർ കെയർ വർക്കേഴ്സ് എന്നീ രണ്ട് ജോബുകളിലേക്ക് വിദേശത്തു നിന്ന് ആളുകളെ സ്പോൺസർഷിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ വിസ കൊടുത്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത്. ആ ഒരു നിയമം കൊണ്ടുവരുന്നതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് യു കെയിൽ കെയർ വിസയിലും അതേപോലെ സീനിയർ കെയർ വിസയിലുമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് ജോബുകളും വളരെയധികം ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇവിടെ വരുന്നവർ ഏജൻറ്റുമാർ പൈസ വാങ്ങിച്ച് ആളുകളെ ഓരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നു. അതല്ല എങ്കിൽ വരുന്നവർക്ക് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് സാലറി കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ കാരണമില്ലാതെ അവരെ പിരിച്ചുവിടുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒത്തിരിയധികം നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2024 മാർച്ച് 11 ശേഷം കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ടോ ഒരു ജോലിക്ക് വേണ്ടി യു കെയിൽ വരുന്നവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു. അതിനുശേഷം 2025 ഏപ്രിൽ ഗവൺമെൻറ് വീണ്ടും വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾക്ക് തടസ്സം കൊണ്ടുവന്നു, കുറച്ചുകൂടെയൊക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. എംപ്ലോയേഴ്സിനോട് ഇവിടുന്ന് കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന അനൗൺസ്മെൻറ്റ് പ്രകാരം യു കെയിലേക്കുള്ള കെയർ വർക്കേഴ്സിൻ്റെയും അതേപോലെ സീനിയർ കെയർ വർക്കേഴ്സിൻ്റെയും ഓവർസീസ് എന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ജൂലൈ 22 ഗവൺമെൻറ് നിർത്തലാക്കുകയാണ്. ഈ മാസം ജൂലൈ 22 തീയതിക്ക് ശേഷം യു കെയിലുള്ള ഒരു എംപ്ലോയർക്ക് വിദേശത്ത് നിന്ന് കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ടോ ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു റൂട്ട് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ കെയർ വിസയിൽ യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് IELTS എഴുതിയും അല്ലെങ്കിൽ യു കെ നാരിക്കൊക്കെ ചെയ്ത് ഒത്തിരി ട്രെയിനിങ്ങളൊക്കെ എടുത്ത് ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒത്തിരി പേര് ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്ത് വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൂടെയുള്ള ഇൻഫർമേഷൻ ആയിട്ടാണ് ജൂലൈ 22 ശേഷം യു കെയിലേക്ക് കെയർ വർക്കറായിട്ടോ സീനിയർ കെയർ വർക്കറായിട്ടോ ഒരാൾക്ക് പോലും വരാൻ പറ്റില്ല. ഇനി നിലവിൽ യു കെയിലുള്ളവരെ ഈ ഒരു റൂളുകളകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നാണ്. നിലവിൽ കെയർ വിസയിൽ യു കെയിലുള്ളവർക്കും അവരുടെ ഡിപ്പെൻഡൻസിനും ആ വിസയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. യാതൊരുവിധ നിയമങ്ങളും വന്നിട്ടില്ല. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ജോലി പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാം. അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, ഡിപ്പെൻഡൻസിനും കണ്ടിന്യൂ ചെയ്യാം. ഇനി 2024 മാർച്ച് 11 മുമ്പ് നിങ്ങൾ കെയർ വിസയിൽ വന്നിട്ടുള്ളവരാണ്, നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ന് കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. അതിനകത്തും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയുള്ളൊരു കാര്യം, നിലവിൽ യു കെയിലുള്ള ആർക്കെങ്കിലുമൊക്കെ കെയർ വിസയിലേക്ക് മാറണമെങ്കിൽ ഉള്ള കണ്ടീഷൻസാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് വിസയിലുള്ളവരോ, ഇനി അതല്ല ഗ്രാജുവേറ്റ് വിസയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കെയർ ജോബിലേക്ക് മാറണം, ഒരു കെയർ വർക്കറായിട്ട് സ്പോൺസർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒരു എംപ്ലോയറുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ഒരു വേക്കൻസി കണ്ട് ആ വേക്കൻസിയിലേക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടി ഡയറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. 3 മാസമെങ്കിലും എംപ്ലോയർ അടുത്ത് വർക്ക് ചെയ്യുന്നുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ.